ഹായ്. അപ്പോൾ അങ്ങനെ നമുക്കൊരു മുഖ്യമന്ത്രി ആയിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ കസേരയിലേക്ക് ഇരിക്കാൻ ഒരാൾ വന്നിരിക്കുകയാണ്. വി സതീശൻ സാർ. കൺഗ്രാജുലേഷൻസ് സാർ ആൻഡ് ഓൾ ദ വെരി ബെസ്റ്റ് ഫോർ യുവർ 5 years ജേർണി. എന്തായാലും വളരെ നല്ലൊരു ഭരണം കാഴ്ചവെക്കാൻ നിങ്ങളുടെ മന്ത്രിസഭയ്ക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ പോയ ഭരണം ഒരുപാട് കെട്ടുപാടുകൾ, നൂൽക്കെട്ടുകളൊക്കെ, കുരുക്കുമാലകളൊക്കെ സൃഷ്ടിച്ചു വെച്ചിട്ടുണ്ട്. അതെല്ലാം അഴിച്ചു വരുമ്പോൾ തന്നെ ഏകദേശം 4 വർഷം കടന്നു പോകും. പിന്നെ 1 വർഷമെങ്ങാണോ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളതായ രീതിയിൽ അത് ഭരിക്കാൻ കിട്ടുക. എന്തു തന്നെയായാലും നല്ലൊരു രീതിയിൽ ഭരിക്കാൻ നിങ്ങൾക്ക് ഇടയാവട്ടെ. തീർച്ചയായിട്ടും സാറിന്റെ ഹാർഡ് വർക്ക്, കഷ്ടപ്പാട് കൊണ്ട് തന്നെയാണ് ഈ സീറ്റിൽ സാർ ഇരിക്കാൻ ഇപ്പോൾ കാരണമായത്. നിരന്തരമായ ജനങ്ങളുടെ റിക്വസ്റ്റ് ഇതിനൊരു കാരണമായിട്ടുണ്ട്. അപ്പോൾ ഹൈക്കമാൻഡ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ ഹൈക്കമാൻഡിനും ഞങ്ങൾ ഒരു ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു. എന്തു തന്നെയായാലും താങ്കളിൽ നിന്നും വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു നിയന്ത്രണപരമായിട്ടുള്ള ഒരു ഭരണം തന്നെ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അത് നടപ്പിലാകാൻ ഇടയാവട്ടെ. സാധാരണക്കാർക്ക് ജീവിച്ചു പോകാൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു ഭരണം. ഇന്നത്തെ സാധനങ്ങളുടെ വിലക്കയറ്റമായാലും ഇലക്ട്രിസിറ്റി ബില്ലായാലും ഇതെല്ലാം ഞങ്ങൾക്കൊക്കെ താങ്ങാൻ പറ്റുന്നതിന് ഒരുപാട് ഉയരത്തിലാണ്. പിന്നെ PSC എഴുതിയ സ്റ്റുഡൻസിന് ജോലി കിട്ടാതെ പിൻവാതിലൂടെ കിട്ടുന്ന സ്ഥാപിച്ച ഇതെല്ലാം എടുത്തു മാറ്റിക്കളയണം. എന്നിട്ട് നേരെ വഴിയിലൂടെ കുറേ കുട്ടികൾക്ക് പരീക്ഷ എഴുതി ജയിക്കാൻ തക്കവണ്ണം, അല്ലെങ്കിൽ അങ്ങനെ ജോലി കിട്ടാൻ തക്കവണ്ണം ഇടയാക്കണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ വേറൊരു കാര്യം എടുത്തു പറയേണ്ടത്, തമിഴ്നാട്ടിൽ നമ്മളുടെ വിജയ് ചെയ്തിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ സാർ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. LPG ആയാലും അതുപോലെ കറണ്ട് ബില്ലായാലും ഇതെല്ലാം അവർക്ക് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. പിന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടികൾക്ക് സാരി, സ്വർണം, ഇതൊന്നും ഞങ്ങൾക്ക് തന്നില്ലേലും ട്രാൻസ്പോർട്ടിൽ ബസ് യാത്ര ഒന്നും ഫ്രീ ആയിട്ട് തന്നില്ല. കാരണം ഒരുമാതിരിപ്പെട്ടവരെ ആരും ട്രാൻസ്പോർട്ട് ബസ്സിൽ കയറുന്നില്ല. ഗവൺമെന്റ് സർവീസിലൊക്കെ ഉള്ള ആൾക്കാരാണ് കൂടുതലും അതിൽ ലോങ് യാത്രകൾക്ക് ചെയ്യാൻ. മിക്കവാറുള്ളവരെല്ലാം പ്രൈവറ്റ് ബസ്സുകളിലാണ് കയറുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് ബസ് യാത്ര ഒന്നും ഫ്രീ ആയിട്ട് തന്നില്ലേലും ഞങ്ങൾക്ക് ജീവിച്ചു പോകാൻ പറ്റുന്നതിലുള്ള രീതിയിലുള്ളൊരു വില ഇറക്കം ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അതുപോലെ കറണ്ട് ബില്ല് ഞങ്ങൾ അങ്ങനെ കുറച്ച് തരാൻ ആഗ്രഹിക്കുന്നു. ഈ ആഗ്രഹങ്ങളെല്ലാം ഞങ്ങളിപ്പോൾ ഇവിടെ നേർത്തുകയാണ്. വിജയ് തമിഴ്നാട്ടിൽ ഒരുപാട് കാര്യങ്ങളൊക്കെ മുൻപോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളൊക്കെ പ്രസ്താവനയൊക്കെ നടത്തിയിട്ടുണ്ട്. അത്രയും വലിയ കാര്യങ്ങളൊന്നും ചെയ്തില്ലേലും ഈ കറണ്ട് ബില്ലും LPG ഒക്കെ ഞങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നിട്ടുണ്ടെങ്കിൽ നന്നായിരിക്കും എന്ന് ആഗ്രഹിക്കുന്നു. അതേപോലെ റേഷനൊക്കെ ഭയങ്കര രീതിയിലാണ് തമിഴ്നാട്ടിൽ കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾക്കും ഇതൊക്കെ കിട്ടിയിരുന്നെങ്കിൽ വളരെ നല്ലതായിരുന്നു എന്ന് ഞങ്ങളും ആഗ്രഹിക്കുന്നു. ഇതൊക്കെ ആഗ്രഹം മാത്രമാണ്. ഇതൊന്നും കേരളത്തിൽ നടപ്പിലാകാൻ പോകുന്ന കാര്യമല്ല. അതും ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യം. കാരണം പൊതുജനങ്ങൾ വർഷങ്ങൾ, എൻ്റെ തലമുറകൾക്ക് മുൻപ് പോലെ വിഡ്ഢികളായി ഇന്ന് ഈ 2026 നൂറ്റാണ്ടിലും എല്ലാവരും ഇങ്ങനെ ഈ വിഡ്ഢികളായി തന്നെ ഇരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ പുതിയ പരീക്ഷണത്തിന് തയ്യാറായിരിക്കുകയാണ്. UDFലെ VD സതീശൻ സാറാണ് ഞങ്ങളുടെ മുഖ്യമന്ത്രി. തീർച്ചയായിട്ടും സർ, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് പോലുള്ള ഒരു നിയന്ത്രണപരമായിട്ടുള്ള ഭരണം തന്നെ നടപ്പിലാകാൻ ഇടയാവട്ടെ. ഞങ്ങൾക്കെല്ലാം അത് ഞങ്ങൾക്കെല്ലാം അതൊരു അനുകൂലമായി തീരുവാൻ ഇടയാവട്ടെ എന്ന് ഞങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നു. എനിവേ, വൺസ് അഗൈൻ കൺഗ്രാജുലേഷൻസ് ആൻഡ് ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു സർ.